എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് വെളുക്കാൻ പറ്റിയ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ഏകദേശം ഒരു വലിയ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. പെട്ടെന്നാവും കറിയെ. അതിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്തേക്ക് മസാലയായിട്ട് എടുക്കുന്നത് കുറച്ച് കുരുമുളക്, കറുവാപ്പട്ട 2 കഷ്ണം, ഗ്രാമ്പൂവ്, 2 ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ചുവന്ന കളറിലേക്ക് വരണേ. ആ ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ തീയൊന്നും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒത്തിരി കൂട്ടിയിടുന്നില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട എന്നുള്ള രീതിയിൽ. അപ്പം തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നോടം വരെ വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു വലിയ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. അതായത് ഒരു വലിയ സ്പൂണ് ചിക്കൻ മസാല, ഏകദേശം 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് അഡ്ജസ്റ്റ് ചെയ്യാവേ. മുളക് പൊടി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് പോകാം കേട്ടോ. ഇത്രയും പൗഡറുകൾ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, ചുവന്നുള്ളി ഇട്ടു, തേങ്ങ ഇട്ടു. ഞാൻ മസാലകളായിട്ട് ഇട്ട് കൊടുത്തത് കുരുമുളക്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ ആവണം, ഡാർക്ക് കളറിലേക്ക് എത്തണേ. അപ്പം ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി നടത്താം. കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ സവോളയാണ് എണ്ണ ചൂടായി വരണമല്ലോ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ സവോള മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കുറച്ച് ചിക്കനേ ഉള്ളൂ. മീഡിയം സൈസിൽ ഞാൻ സവോള എടുത്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തെ സവോള വഴന്നു വരാനും ഉപ്പിടുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട്. ഉപ്പ്, എരിവൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, കുറച്ച് വേണം. ഒന്നുമില്ല, ഓവർ ഉപ്പൊന്നും ആവരുത് കേട്ടോ. അതിനുശേഷം സവോള നന്നായിട്ടൊന്ന് വഴന്നു കൊടുത്ത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് സവോള എത്തിയിട്ടുണ്ട്. അതായത് അതിൻ്റെ വെള്ളമയമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ പരുവത്തിലേക്ക് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൊണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അതായത് നന്നായിട്ട് വഴറ്റിയെടുക്കണമല്ലോ. അത് വഴണ്ട് നന്നായിട്ട് വരണം. പെട്ടെന്നാവുമെന്ന് ഞാൻ പറഞ്ഞൊരു ചിക്കൻ കറി. അപ്പം നമ്മൾ ഓൾറെഡി തേങ്ങയെല്ലാം ചുമക്ക വറുത്ത് മാറ്റി നമ്മൾ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങയുടെ പരിപാടിയാണ് ആദ്യം ചെയ്ത് വെച്ചത്. കാരണം അത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് അപ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കാമല്ലോ, ആ ഒരു ഇതിൽ. അപ്പോൾ ഏകദേശം ഒരു സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ആണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് പോകുന്നത്. പെട്ടെന്നാവും കേട്ടോ. ഞാൻ വെക്കുന്ന രീതിയാണ് വളരെ ഈസി ആയിട്ട് ഞാൻ എപ്പോഴും വെച്ച് നോക്കാനുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി കുറച്ച് ഞാനൊരു മീഡിയം ചെറിയ സൈസിൽ ഒരു തക്കാളി ഇട്ടു. ഒത്തിരി വലിയ തക്കാളിയല്ല കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ ചിക്കനുള്ളൂ, അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങളും തക്കാളി സവോളയെല്ലാം ചേർത്ത് പോകാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തക്കാളി സവോളയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം തക്കാളി. ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
തക്കാളി നല്ല വെന്ത് ഉടഞ്ഞില്ല. വേറെ മസാലയൊന്നും ഇവിടെ ഞാനിപ്പോൾ ചേർത്ത് പോകുന്നില്ല. ഞാൻ ആ മസാലയെല്ലാം ഞാൻ തേങ്ങ വറുത്ത സമയത്ത് ചേർത്തെടുത്തിരുന്നു. ഇതാ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നമ്മൾ അരയ്ക്കാൻ വെച്ചിരുന്ന അരച്ചത് ഈ ഒരു പേസ്റ്റ് പരുവത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മുടെ തക്കാളി സവോളയെല്ലാം വഴഞ്ഞ് വന്ന് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തക്കാളി സവോളയും ഈ അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ വഴറ്റിയത്. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് തേങ്ങയ്ക്കകത്ത് എണ്ണ ഇറങ്ങിയിട്ടുണ്ടാവും. അത് മതി, വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി മസാല എല്ലാം വഴറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചിക്കനും മസാലയും സവോളയും തക്കാളിയും എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആയിട്ട് 1-2 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചിക്കനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ മിക്സി കഴുകിയ വെള്ളം, അത് ഞാൻ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് നന്നായി മിക്സിയെല്ലാം കഴുകിയത് അരപ്പെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ചിക്കനകത്ത് വെള്ളം ഇറങ്ങും. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന അരപ്പ് ഗ്രേവി എത്ര നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആ ഒരു കണക്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് റോസ്റ്റാക്കി എടുക്കുന്നെങ്കിൽ നന്നായിട്ട് പറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നത്തേനിത് ഗ്രേവി ആക്കി എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ രീതിയിലേക്ക് ചെയ്ത് നിർത്തുന്നത്. നിങ്ങൾക്ക് റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് എടുക്കുക. സ്ലോ കുക്കിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് ചെയ്യാം. ചിക്കനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനൊരു സ്ലോ കുക്കിങ്ങിലേക്കാണ് ഈ കറി ഉദ്ദേശിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ കറി ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പരുവത്തിൽ. അപ്പോൾ എൻ്റെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നാവും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഫീഡ്ബാക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.